ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗായ കുഞ്ഞാറ്റെ ഇച്ചായനെയും പറ്റിയാണ്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഡിവോഴ്സ് ആയതിൻ്റെ ഇതിനെ കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്ന്. മുന്നേ കുഞ്ഞാറ്റ ഡിവോഴ്സ് ആയതെന്ന് പബ്ലിക്കിനെ അറിയിച്ചത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് കുഞ്ഞാറ്റ അവരുടെ ഡിവോഴ്സ് ആയിരുന്ന കാര്യം നമ്മളെല്ലാവരെയും അറിയിച്ചിരുന്നത്. എന്തു കാരണം കൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞാറ്റ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞത്, എനിക്ക് വല്ല വൈറൽ ഇൻഫെക്ഷൻ വരാതിരുന്നത് എന്തുകൊണ്ട് ഭാഗ്യമെന്ന്. എന്ന് വെച്ചാൽ ഈ അമല് അത്രയും മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് കുഞ്ഞാറ്റയുടെ ആ ഒറ്റ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നു. അമൽ അത് നിഷേധിച്ചിട്ടുമില്ല. എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അമലും പറയുന്നുണ്ട്. കുഞ്ഞാറ്റ ഈ അമലിന്റെ കള്ളത്തരം കണ്ടുപിടിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല. അതായത് മുന്നേ തന്നെ കുഞ്ഞാറ്റ ഡിവോഴ്സിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇവരുടെ കുടുംബജീവിതം പോയതാണ്. എന്നിട്ടും അമല് അന്ന് പറ്റിയ തെറ്റ് അവിടെ വെച്ച് തിരുത്താതെ വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കുഞ്ഞാറ്റ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് അമലിനെ കുറിച്ച് പറയാണ്ട്, ഒരു വ്യക്തി മോശമായെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റ് പുറത്ത് ഒരു തെറ്റ് ക്ഷമിച്ച് കുഞ്ഞാറ്റ വീണ്ടും കുഞ്ഞിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അവരുടെ കുടുംബജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഈ അമല് മറ്റു കുട്ടികളുമായി അവിഹിത ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു. ഇത് കുഞ്ഞാറ്റ ഒരിക്കൽ ക്ഷമിച്ചതാണ്. ഇപ്പം ഒരാള് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും. ആ ആള് വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളും പൊറുക്കില്ല. മാൾട്ടയിലേക്ക് പോകുന്ന മുമ്പ് കുഞ്ഞാറ്റ ഒരു വീഡിയോ എയർപോർട്ടിൽ വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സങ്കടത്തോടെയാണ് ഇച്ചായനോട് യാത്ര പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റ യൂട്യൂബിൽ ഒരു പോസ്റ്റായിരുന്നു ഇട്ടുന്നത്, ഡിവോഴ്സ് ആയെന്നും പറഞ്ഞ്. കുഞ്ഞാറ്റയ്ക്ക് അപ്പോഴേ അറിയാമായിരിക്കാം ഈ അമലിന്റെ അവിഹിത ബന്ധങ്ങൾ. എന്നിട്ടും കുഞ്ഞാറ്റ ക്ഷമിച്ച് മുന്നോട്ട് പോയി. ഈ കുഞ്ഞിനെ ഓർത്ത്, കുഞ്ഞിന് അച്ഛനും അമ്മയും വേണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വെറുതെ ഈ സമൂഹത്തിൽ ആ കുഞ്ഞ് എന്തിനാണ് തെറ്റുകാരനാവുന്നത് എന്നതിൻ്റെയൊക്കെ പേരിലായിരിക്കും കുഞ്ഞാറ്റ വീണ്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അമല് കുഞ്ഞാറ്റയോട് ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റും ഒരുപാട് ദേഷ്യപ്പെടുന്നതും കുഞ്ഞാറ്റ അടിക്കുന്ന രീതിയിൽ. അതൊക്കെ അവരൊരു പ്രാങ്കായിട്ട് ആക്കി എടുക്കുകയും ചെയ്തു. ആ സമയത്തെ കുഞ്ഞാറ്റ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. എന്തിനാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നത്, എൻ്റെ ലൈഫല്ലേ, എന്നിലേക്ക് ഒതുങ്ങി നിൽക്കട്ടെന്നും പറഞ്ഞ് കുഞ്ഞാറ്റ ആരെയും ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞാറ്റ പറയുന്നുണ്ട്, അമലിന്റെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ ആ വാടക വീടുകളിലെ ഓണർമാരോട് ചോദിച്ചാൽ മനസ്സിലാകും അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ. കുഞ്ഞാറ്റ ഡിവോഴ്സായതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെതിരെ രോഷാകുലനായി അമലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞാറ്റയ്ക്ക് ഭീഷണിയുമുണ്ട്. എനിക്ക് അപ്പനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് കുഞ്ഞുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമല് വീഡിയോ ഇട്ടിട്ടുള്ളത്. അത് വീഡിയോ ഇട്ടതിന് ശേഷം അമൽ ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരാണ് തെറ്റ്, ആരാണ് ശരിയെന്ന്. സത്യം പറയുമ്പോൾ പൊള്ളുകയും ചെയ്യും. അതൊരു സത്യം മാത്രമാണ്. അമല് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തികൾക്കുള്ള ശിക്ഷ അമലിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.